ഹലോ ടീം, വെൽക്കം ടു നെസ്റ്റ്.js. നമ്മൾ നോക്കാൻ പോകുന്നത് നെസ്റ്റ്.js എന്ന് പറയുന്നത് NEST ആണ്. NEST നെസ്റ്റ്.js എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചാണ്. നെസ്റ്റ്.js എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് API ബിൽഡ് ചെയ്യാനുള്ള, നമ്മൾ ബാക്ക് ആൻഡ് API ബിൽഡ് ചെയ്യാൻ വേണ്ടി Node.js പഠിച്ചിട്ടുണ്ട് അല്ലേ. Node.jsൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് നെസ്റ്റ്.js എന്ന് പറയുന്നത്. അപ്പം എ പ്രോഗ്രസീവ് Node.js ഫ്രെയിം വർക്ക് ഫോർ ബിൽഡിംഗ് എഫിഷ്യൻറ്റ്, റിലയബിൾ ആൻഡ് സ്കെയിലബിൾ സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ്. ബാക്ക് ആൻഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു Node.jsൻ്റെ മേലെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ Node.jsൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് നെസ്റ്റ്.js എന്ന് പറയുന്നത്, NEST എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ അപ്പം Node.js വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ബാക്ക് ആൻഡ് API ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പോസ്റ്റ്ഗ്രസ് വെച്ചിട്ടുള്ളത്, MongoDB വെച്ചിട്ടുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ നെസ്റ്റ്.jsൻ്റെ ആവശ്യം? ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു Node.jsൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പ്രസ് ഫ്രെയിം വർക്കാണ്. ഈ എക്സ്പ്രസ് ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ MongoDBയും ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു സാമ്പിൾ ആപ്ലിക്കേഷനാണിത്. ഇവിടെ നമുക്കറിയാം, നമുക്ക് നോർമലി ഒരു സെർവർ ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫയൽ എന്നുള്ള ഏതെങ്കിലും വേറൊരു ഫയൽ ഉണ്ടാവും. ആ ഫയലായിരിക്കും ഇനീഷ്യലി ഫസ്റ്റ് ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഫയൽ. ഇവിടെ നമ്മൾ റൗട്ടറുകൾ നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കും. ഈ കേസിൽ നമുക്കിവിടെ റൗട്ട്സ് എന്ന് പറയുന്ന ഒരു ഫയലാണ്. നമ്മൾ വലിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ഫോൾഡറിലാക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യാം. അതിൽ മൾട്ടിപ്പിൾ റൗട്ട് ഫയൽസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ കൺട്രോളേഴ്സ് ഉണ്ടാവും, മോഡൽസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്കിവിടെ ഈ റൗട്ട് ഫയലിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഡാറ്റാബേസിനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യും, ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും, റിസൾട്ടെല്ലാം കിട്ടും. പക്ഷേ ഈ നമ്മൾ പ്ലെയിൻ Node.js വെച്ച് പ്ലെയിൻ Node.jsഉം എക്സ്പ്രസും വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നുമില്ല. സ്ട്രക്ചർ വേണമെങ്കിൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ തന്നെ റൗട്ട്സിൻ്റെ ഉള്ളിൽ, റൗട്ട് ഫയലിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസ് ലോജിക്ക് വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് അതിനെ റെപ്പോസിറ്ററി ക്ലാസ് ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അതേപോലെ ബിസിനസ് ലോജിക്കുകളും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സർവീസ് ക്ലാസിൻ്റെ സ്ട്രക്ചർ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ഫ്രെയിം വർക്ക് Node.jsഉം എക്സ്പ്രസും ഏത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നതന്നല്ലേ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം നമുക്കുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഓരോ ഡെവലപ്പേഴ്സ് ഓരോ രീതിയിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന ഒരു പുതിയ ഡെവലപ്പർ, അയാൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം Node.jsൽ കൺട്രോളറിൻ്റെ ഉള്ളിൽ തന്നെ ബിസിനസ് ലോജിക്ക് എഴുതുന്നതായിരിക്കും അയാൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. അയാൾ അവിടെ എഴുതും. അടുത്ത ഡെവലപ്പർ വരുന്ന സമയത്ത് അയാൾ ആ കൺട്രോളറിൻ്റെ ഉള്ളിൽ എഴുതും. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ആ പ്രൊജക്റ്റ് ഒരു മെസ്സായി മാറിയിട്ടുണ്ടാവും, കംപ്ലീറ്റ് മെസ്സപ്പ് ആയിട്ടുണ്ടാവും. അപ്പം ശരിക്കും പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു സ്ട്രക്ചറൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന് വേണ്ട ടൂൾസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം, റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് റെപ്പോസിറ്ററി ക്ലാസ്സുകൾ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, സർവീസ് ക്ലാസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ Node.js പഠിക്കുന്ന സമയത്ത് പ്രോപ്പർ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം അത് സ്ട്രക്ചർ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതേപോലെ കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് കുറേ കോഡ് ചെയ്യണം. ആ കോഡിങ് കുറച്ചും കൂടെ ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കുറേ ടൂൾസ് എല്ലാം ഈ നെസ്റ്റ്.js പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ക്വിക്കായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ആ ആപ്ലിക്കേഷനിൽ നമുക്ക് വേണ്ട കൺട്രോളർ ആണെങ്കിലും സർവീസസ് ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ്, ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആക്കാനും, അതേപോലെ ആപ്ലിക്കേഷൻ സ്കെയിലബിൾ ആക്കിയിട്ട് കൺകറൻ്റായിട്ട് ഒരുപാട് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈ നെസ്റ്റ്.js എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള വേറൊരു കേസ്, ഇതിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പിന്നെ നെയിമും ഏജും ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇത് ശരിക്കും മോങ്കോസിൻ്റെ സ്കീം ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഡാറ്റ ടൈപ്പ് പറയാൻ പറ്റുന്നത്. നോർമൽ ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ആ പ്രൊവിഷനെല്ലാം ടൈപ്പ് സ്ക്രിപ്റ്റിലുണ്ട്. നെസ്റ്റ്.js ബൈ ഡീഫോൾട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈ ഡീഫോൾട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള Node.jsൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് നെസ്റ്റ്.js എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഒരു സിമ്പിൾ Node.js ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്നുണ്ട്. എഫിഷ്യൻറ്റ്, സ്കെയിലബിൾ Node.js സെർവർ സൈഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ നെസ്റ്റ്.js എന്ന് പറയുന്നത്. ഇതിൽ ഫുള്ളി സപ്പോർട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഫങ്ഷണൽ റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അണ്ടർ ദ ഹുഡ് നെസ്റ്റ്.js മേക്ക് യൂസ് ഓഫ് റോബസ്റ്റ് HTTP സെർവർ ഫ്രെയിം വർക്ക് എക്സ്പ്രസ്.
നെസ്റ്റ്.js എന്ന് പറയുന്നത് ഇൻറ്റേർണലി അത് ഉപയോഗിക്കുന്നത് എക്സ്പ്രസ് തന്നെയാണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ എക്സ്പ്രസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്പ്രസ് വെച്ചിട്ടാണ് നമ്മൾ റൗട്ടും കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്യുന്നത്. അതേ എക്സ്പ്രസ് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഡയറക്റ്റായിട്ട് എക്സ്പ്രസ്സിനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നെസ്റ്റ്.jsൽ പറയുന്ന അതേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ മതി. ഇൻറ്റേർണലി എക്സ്പ്രസ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ബൈ ഡീഫോൾട്ട് എക്സ്പ്രസ് ആണ്. എക്സ്പ്രസ്സിൻ്റെ പോലത്തെ ഒരു HTTP ഫ്രെയിംവർക്കാണ്, HTTP സെർവർ ഫ്രെയിംവർക്കാണ് ഫാസ്റ്റിഫൈ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫാസ്റ്റിഫൈക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് രണ്ടും എക്സ്പ്രസ്സും ഫാസ്റ്റിഫൈയും ഒരേ പർപ്പസിനുള്ള 2 ഫ്രെയിംവർക്കുകളാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബൈ ഡീഫോൾട്ട് എക്സ്പ്രസ് ആണ്. ഓക്കെ. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു CLI ഉണ്ട്. CLI എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. ഈ CLI കിട്ടിക്കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്, നമ്മളായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ മാനുവലി VS കോഡിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അത് നമുക്ക് കുറക്കാൻ പറ്റും. അവർ പറയുന്ന സ്റ്റാൻഡേർഡിൽ നമുക്ക് ക്വിക്കായിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് Node.js ഇൻസ്റ്റാൾ ചെയ്യണം, നോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. NPM എന്തായാലും കൂടെ ഇൻസ്റ്റാൾ ആവും. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, NPM install -g @nestjs/CLI എന്ന് പറയുന്നത്. ഇതാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് Nest.js സാമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ്, പ്രൊജക്റ്റിനുള്ളിലാണ്. അപ്പോൾ ഞാൻ ഇനി ഈ npm install -g nestjs/CLI എന്നുള്ളത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. അത് നിങ്ങളെ നെറ്റിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ചൊരു ടൈം എടുക്കും അത് ഇൻസ്റ്റാൾ ആവാൻ. അപ്പം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. ഓക്കെ. അതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നെസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Nest-b എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ സിസ്റ്റത്തിൽ ഏതാണ് Nest.jsൻ്റെ ഏത് വേർഷനാണ്, CLIൻ്റെ ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ നെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ നെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ CLI. ഈ നെസ്റ്റ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ npm install -g @nestjs/CLI എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഗിറ്റ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നില്ലേ, ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടാണ്. ലിനക്സിലും മാക്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടാകും, പക്ഷേ വിൻഡോസിൽ നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഗിറ്റ് എന്നുള്ള കമാൻഡെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ നെസ്റ്റിൻ്റെ CLI ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നെസ്റ്റ് എന്നുള്ള കമാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ Nest.js CLI ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നെസ്റ്റ് സ്പേസ് ന്യൂ സ്പേസ് പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കാം. ഞാനിവിടെ വന്നിട്ട് നെസ്റ്റ് ന്യൂ, ഇപ്പോൾ നമ്മളൊരു e-commerce APIൻ്റെ നെസ്റ്റ് API എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഈ നെസ്റ്റ് സ്പേസ് ന്യൂ സ്പേസ് എന്ന് നമ്മൾ ഈ കൊടുക്കുന്നതാണ് പ്രോജക്റ്റിൻ്റെ നെയിം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുക നമുക്ക് npm ഇൻസ്റ്റാൾ ചെയ്യണോ, yarn ഇൻസ്റ്റാൾ ചെയ്യണോ, pnpm ഇൻസ്റ്റാൾ ചെയ്യണോ. npm നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. yarn എന്ന് പറയുന്നത് npmൻ്റെ പോലത്തെ വേറെ പാക്കേജ് മാനേജറാണ്. pnpm എന്ന് പറയുന്നത് npmൻ്റെ എക്സാക്ട്ലി npmൻ്റെ പോലെ തന്നെയാണ്. yarnഉം npmഉം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ pnpm എന്ന് പറയുന്നത് npmൻ്റെ അതേ കമാൻഡ്സ് തന്നെയാണ്. പക്ഷേ npm എന്നുള്ളതിന് പകരം pnpm നമ്മൾ കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് നല്ല സ്പീഡാണ്, നല്ല പെർഫോമൻസ് ആണ്. npmനേക്കാളും ഫാർ ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് സ്പീഡ്. അപ്പോൾ ഞാൻ pnpm ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാമല്ലോ. ഓക്കെ. ഞാൻ ആദ്യം എൻ്റെ അതിൽ ഇൻസ്റ്റലേഷൻ ഫെയിൽ ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം pnpm ഇൻസ്റ്റാൾ ചെയ്യാം. npm install -g pnpm. അപ്പോൾ pnpm എന്ന് പറയുന്നത് നമ്മുടെ npmൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു പാക്കേജ് മാനേജറാണ്. കുറച്ചും കൂടെ ഫാസ്റ്റാണ്, കുറച്ചും കൂടി സ്പേസ് നോഡ് മൊഡ്യൂൾസിൻ്റെ ഫോൾഡറിലെല്ലാം സ്പേസ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് അവർ മാനേജ് ചെയ്യും. ഓക്കെ.
ഓക്കെ, അതിൻ്റെ കമാൻഡ്സും കാര്യങ്ങളും വളരെ സിമിലർ കമാൻഡ്സാണ്. npm വെച്ചിട്ട് നമുക്കതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതല്ലാത്ത ഹോം ബ്രൂ വെച്ചിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് npm വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ Nest.jsൻ്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ കൊടുത്ത ഫോൾഡർ നെയിം e-commerce-nest-api എന്നുള്ളത്. അതിൽ നമ്മളിവിടെ ഫോൾഡറിനെ അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്, ഈ നമ്മുടെ നിൽക്കുന്ന ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഒരു പേരിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിനുള്ള അവർ ഒരുപാട് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫയൽ അതിൻ്റെ ഉള്ളിൽ അവർ ഡീഫോൾട്ടായിട്ട് ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരിക. ബൈ ഡീഫോൾട്ട് വിത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് വരിക. അപ്പം അതിൽ ESLint, അതേപോലെ പ്രിറ്റിയർ, അതേപോലെ റീഡ്മി ഫയലിൻ്റെ ഒരു MD ഫയലുണ്ട്, അതേപോലെ nest.cli.json എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഈ Nest.jsനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലായിരിക്കും അവർ കോൺഫിഗർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമുക്ക് എല്ലാ Node.js ആപ്ലിക്കേഷനും പോലെ തന്നെ package.json ഉണ്ട്. പിന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് കോൺഫിഗറേഷന് വേണ്ടിയുള്ള TS-config-ഉം TS-config ബിൽഡും ഉണ്ട്. പിന്നെ ഒരു SRC എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് ഒരു main.ts ഉണ്ട്, പിന്നെ ഒരു module.ts ഉണ്ട്, സർവീസ് ഉണ്ട്, കൺട്രോളർ ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ ടെസ്റ്റ് ഫയലുണ്ട്, ഓട്ടോമാറ്റിക് ടെസ്റ്റിന് വേണ്ടി യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഫയൽസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഇത് പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതിൽ നിങ്ങൾ ഡീഫോൾട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് പഠിക്കണം. ടൈപ്പ് സ്ക്രിപ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ Nest.jsൻ്റെ കോഴ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ കോഡിങ് കംപ്ലീറ്റ്ലി ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും. കാരണം കൂടുതലും Nest.jsൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വിത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് cd e-commerce ഞാൻ ഹൈഫൺ വെച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് കൊടുത്തത്. -nest API എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ VS കോഡിൽ ഞാനതിനെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ VS കോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ബൈ ഡീഫോൾട്ട് ക്രിയേറ്റ് ആകുന്ന ഫയൽസ് package.json ഉണ്ട്. ഈ package.jsonൽ വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് Nest.jsൻ്റെ കോറ്, Nest.js കോമൺ, Nest.jsൻ്റെ പ്ലാറ്റ്ഫോം എക്സ്പ്രസ് ഫ്രെയിംവർക്കാണ് ഒരു ഇൻ്റേണലി നമുക്ക് ഡീഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ റിഫ്ലക്ടർ മെറ്റഡാറ്റ, അതേപോലെ RxJS കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പിന്നെ Nest.jsൻ്റെ ഒരു CLI ഫയലുണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ്റെ ഫയലാണ്. പ്രിറ്റിയറിന് വേണ്ടിയുള്ള ഒരു ഫയലുണ്ട്. പിന്നെ നമുക്ക് PNPM ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് PNPM ലോക്ക് ഫയൽ, package.jsനും പിന്നെ package-lock എന്നുള്ളതിന് പകരം PNPM ലോക്ക് ഫയലാണ് നമുക്ക് ഇതിലുണ്ടാവുക. പിന്നെ നമുക്കുള്ളത് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷനാണ്. ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ബിൽഡിനുള്ള കോൺഫിഗറേഷൻസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇതെല്ലാം റൂട്ടിൽ നമുക്കുള്ള ഫയൽസാണ്. ഇത് കൂടാതെ നമുക്ക് SRC ഫോൾഡർ ഉണ്ട്. SRC ഫോൾഡറിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക, നമുക്ക് നോർമലി നമ്മളൊരു Node.js ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യലി നമ്മൾ server.js ഫയൽ കൊടുക്കുമല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയലാണ് ഇവിടെ main.ts ഫയൽ എന്ന് പറയുന്നത്. main.ts ഫയൽ ഇവിടെ നമ്മൾ ഏത് പോർട്ടലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതെല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എക്സ്പ്രസ്സിൽ വന്നുകാണ്ട് എക്സ്പ്രസിൻ്റെ ആപ്ലിക്കേഷനെല്ലാം ക്രിയേറ്റ് ചെയ്തുകാണ്ട് ലിസൺ ചെയ്യാൻ പറയുമല്ലോ, അതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നെസ്റ്റിൻ്റെ ഫാക്ടറിയിൽ നിന്ന് Nest.jsൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ Nest.jsൻ്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പെർട്ടിക്കുലർ പോർട്ട് നമ്പറിനോട് ലിസൺ ചെയ്യാൻ നമ്മൾ പറയും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഇതിൽ ശരിക്കും Nest.js വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മൊഡ്യൂൾസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് Nest.js നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ മൊഡ്യൂൾ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് മൊഡ്യൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു e-commerce ആപ്ലിക്കേഷൻ. e-commerce എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു APIയിൽ നമുക്ക് ഒരുപാട് ഫങ്ഷണാലിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒന്ന് നമ്മുടെ പ്രോഡക്റ്റിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ പ്രോഡക്റ്റിനോട് ബന്ധപ്പെട്ട APIs കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിനോട് കണക്റ്റഡ് ആയിട്ടുള്ളതിൽ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി അല്ലേ, കാറ്റഗറി പിന്നെ CRUD ഓപ്പറേഷൻ, അതിന് വേണ്ടി നമുക്ക് കാറ്റഗറി കൺട്രോളർ ഉണ്ടാവും, കാറ്റഗറിൻ്റെ സർവീസ് ഉണ്ടാവും, അതിന് വേണ്ടിയുള്ള റെപ്പോസിറ്ററി ക്ലാസ്സുകൾ വേണ്ടി വരും, അതിന് വേണ്ടിയുള്ള ഡാറ്റാബേസ് ടാബിൾസ്, എൻറ്റിറ്റീസ് കാര്യങ്ങൾ വേണ്ടി വരും. അതെല്ലാം നമ്മൾ കൊടുക്കണം അല്ലേ. അതേപോലെ തന്നെ നമുക്കുള്ള വേറൊന്നാണ് ഇപ്പം ബ്രാൻഡ്. ഓക്കെ, പിന്നെ നമുക്ക് അതേപോലെ പ്രോഡക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന വേറെ ഒന്നാണ് ഇപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് എന്ന് തന്നെ പറയുന്നത് അല്ലേ. പിന്നെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രോഡക്ട്സിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൻ്റെ അണ്ടറിലാക്കി. ഇത് നമ്മളൊരു മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പ്രോഡക്റ്റ് മൊഡ്യൂളിനുള്ളിലാക്കി. ഇനിയിപ്പോൾ കാറ്റഗറി എന്ന് പറയുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സബ് മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാറ്റഗറി എന്ന് പറയുന്ന ഒരു സബ് മൊഡ്യൂൾ, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൺട്രോളർ ഉണ്ടാവും, അതിൻ്റെ സർവീസസും കാര്യങ്ങളും, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ബോക്സുകളാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യൽ കുറച്ചും കൂടെ ഈസിയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റ ആപ്ലിക്കേഷനിൽ ഒരു ഫ്ലാറ്റായിട്ട് ഇടുന്നതിനേക്കാളും ഫാർ ബെറ്ററാണ് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ മൊഡ്യൂൾസ്, സബ് മൊഡ്യൂൾസ് എല്ലാം ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഓർഡറിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഞാനൊരു മൊഡ്യൂൾ കൂടെ പ്ലാൻ ചെയ്യാണ്, ഓർഡേഴ്സ്. അപ്പോൾ ഈ ഓർഡേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. ഓർഡറിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഡേഴ്സ് എന്ന പേരിൽ ഓർഡേഴ്സ് ഉണ്ടാവും, പിന്നെ ഇൻവോയ്സസ് ഉണ്ടാവും, കസ്റ്റമർക്ക് കൊടുക്കേണ്ട ഇൻവോയ്സസ് ഉണ്ടാവും, അതേപോലെ റിട്ടേൺസ് ഉണ്ടാവും, ഓർഡർ റിട്ടേൺസ് ഉണ്ടാവും അല്ലേ. പിന്നെ അതേപോലെ റീഫണ്ടുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഓർഡറിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇനി കസ്റ്റമേഴ്സിൻ്റെ ഇതിൽ കസ്റ്റമർ ഡീറ്റെയിൽസ്, പിന്നെ കസ്റ്റമർ ഓർഡേഴ്സ് ഉണ്ടാവും, അതേപോലെ പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ ചേഞ്ചസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അവരെ ഇമെയിൽ പോകുന്നത്, നോട്ടിഫിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ നമുക്ക് വേറെ മൊഡ്യൂളായിരിക്കും ഷിപ്മെൻറ്റ്, വേറെ ഒന്നായിരിക്കും പേയ്മെൻറ്റ്, ഇങ്ങനെ പിന്നെ അക്കൗണ്ട്സ് ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇ-കൊമേഴ്സ് കമ്പനിക്ക് തന്നെ അവർക്ക് ചിലപ്പം അവരെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള HRMS സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് മൊഡ്യൂൾസ് നമുക്കതിലുണ്ടാവും. അപ്പം ഇതിൽ ഓരോന്നും ഇപ്പോൾ നമുക്ക് ഈ ഓർഡറിൻ്റെ അണ്ടർ തന്നെ ഓർഡറിൻ്റെ ലൈൻ ഐറ്റംസ് കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി, കുറേ കാര്യങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് ഓരോന്നും നമ്മൾ കുറച്ച് കൂടുതൽ ഫയൽസ് ആയി കഴിഞ്ഞാൽ അത് നമ്മളൊരു സബ് മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മൾ ഓരോ സബ് മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിലുള്ള സബ് മൊഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇ-കൊമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതൊരു മെയിൻ മൊഡ്യൂളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ആപ്ലിക്കേഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ നെസ്റ്റേഴ്സിലെല്ലാം മൊഡ്യൂൾസാണ്. ഇപ്പം ഈ മൊഡ്യൂളിന് ഇതിനോടെല്ലാം ഡിപ്പെൻഡൻസി ഉണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന, ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ ഇ-കൊമേഴ്സ് മൊഡ്യൂൾ എന്ന് പറയുന്നത്, മെയിൻ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഒരു മെയിൻ മൊഡ്യൂൾ, ഇത് അതിൻ്റെ സബ് മൊഡ്യൂൾ, ഇതിൻ്റെ അണ്ടറിലുള്ള സബ് മൊഡ്യൂൾ. ഇങ്ങനെ നമുക്ക് ഒരുപാട് മൊഡ്യൂൾസും സബ് മൊഡ്യൂൾസും ആക്കിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ പ്രോപ്പർ സ്റ്റാൻഡേർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ Nest.js ബൈ ഡീഫോൾട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മളിവിടെ നെസ്റ്റ് ഫാക്ടറി ഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഈ കൊടുക്കുന്ന ഈ മൊഡ്യൂൾ ഏതാണ് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കേസിൽ കൊടുക്കുന്നത് ആപ്പ് മൊഡ്യൂളാണ്. ഈ ആപ്പ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആപ്പ് ഡോട്ട് മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു ഫയൽ എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും നമ്മൾ ആപ്പ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സാണ് നമ്മുടെ ഇനീഷ്യൽ മൊഡ്യൂൾ, നമ്മൾ ഇവിടെ കണ്ട പോലത്തെ ഈ ഒരു മെയിൻ മൊഡ്യൂൾ. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് എന്താ ചെയ്യാം, കുറേ സബ് മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക, മൊഡ്യൂളും സബ് മൊഡ്യൂളും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ നമുക്കുള്ളത് കൺട്രോളർ ഫയൽസ് ഉണ്ട്. സാധാരണ നമ്മൾ Node.js കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം, സാധാരണ ഒരു ടിപ്പിക്കൽ Node.js ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആദ്യം നമ്മളൊരു റിക്വസ്റ്റ്, നമുക്കൊരു ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്കൊരു റിക്വസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പോസ്റ്റ്മാനോ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ, റിയാക്റ്റോ അല്ലെങ്കിൽ ആംഗുലർ ആപ്ലിക്കേഷൻ നമുക്കൊരു റിക്വസ്റ്റ് വരികയാണ്. ഈ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, റൗട്ട് ഹാൻഡ്ലർ ഫയൽസിലൂടെ നമ്മൾ കടത്തി വിടും. അത് നേരെ കൺട്രോളർ ഫയലിൽ പോകും. കൺട്രോളർ ഫയലിൽ നിന്ന് ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് റെസ്പോൺസ് കൊടുക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, ബിസിനസ് ലോജിക് എല്ലാം ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സർവീസ് ക്ലാസ്സിലൂടെ പാസ് ചെയ്യും. പിന്നെ ഡാറ്റാബേസിനായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്പോസിറ്ററിയിലൂടെ പാസ് ചെയ്യും. റെപ്പോസിറ്ററി ക്ലാസ്സിലൂടെ പോയിട്ട് ഡാറ്റാബേസ് നമ്മൾ ഫെച്ച് ചെയ്ത് കണ്ട് റെസ്പോൺസ് ശരിക്കും പോകുന്നത് ഇവിടെ നിന്നാണ് അല്ലേ. ശരിക്കും ഫൈനലി റെസ്പോൺസ് പോകുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും റെസ്പോൺസ് പോകുന്നത്. അല്ല, ഈ റെസ്പോൺസ് ശരിക്കും പോകുന്നത് കൺട്രോളറിൽ നിന്നാണ്. പക്ഷേ ചിലപ്പോൾ ഇതിനോടെല്ലാം ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ട് ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ശരിക്കും നോർമലി നമ്മുടെ Node.js ആപ്ലിക്കേഷൻ്റെ കേസിലുണ്ടാവുക. അപ്പം ഇവിടെ നമ്മൾ റൗട്ട് ഹാൻഡ്ലർ എന്തിനാണ് കൊടുത്തിട്ടുള്ളത്, URL മാപ്പ് ചെയ്യാനാണ്. ഇന്ന URL ആണെന്നുണ്ടെങ്കിൽ ഇന്ന കൺട്രോളറിൽ പോകണം എന്നുള്ളതാണ് ശരിക്കും നമുക്ക് ഇവിടെ നടക്കുന്നത്. റൗട്ട് ഹാൻഡ്ലറിൽ നടക്കുന്നത് ശരിക്കും ഇതാണ്. ഇന്ന റൗട്ടിന് ഇന്ന കൺട്രോളറാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. Nest.jsൻ്റെ കേസ് ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ കൺട്രോളർ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് റൗട്ടിന് വേണ്ട URL മാപ്പിംഗ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് പിന്നെ അതിന് സെപ്പറേറ്റ് റൗട്ട് ഹാൻഡ്ലർ ഫയൽസ് വേറെയും കൺട്രോളർ വേറെയും കൊടുക്കണ്ട. കൺട്രോളർ തന്നെ ശരിക്കും ആകെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, റിക്വസ്റ്റ് വരുമ്പോൾ റൗട്ടിങ് URL നോക്കിയിട്ട് ഇങ്ങോട്ട് വിടുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കമ്പോണൻറ്റിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് ഇവിടെ തന്നെ ഈ കൺട്രോളർ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഈ കൊടുക്കുന്നതിന് വിളിക്കുന്നത് ഡെക്കറേറ്റർ എന്നുള്ളതാണ്. ഈ കൺട്രോളർ ഡെക്കറേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്താണ് URL വേണ്ടത് എന്നുള്ളത്. അതേപോലെ ഈ നമ്മൾ ഈ കണ്ട ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ശരിക്കും @module എന്ന് പറയുന്ന ഡെക്കറേറ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ ഡെക്കറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ Nest.jsൽ കുറേ സംഭവങ്ങൾ വർക്കാകുന്നത്. എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പം ഇതൊന്ന് നമുക്ക് റൺ ചെയ്തിട്ട് നോക്കാം ആദ്യം. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതിൻ്റെ പോർട്ട് നമ്പർ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ 3000 ആൾറെഡി ഞാൻ വേറൊരു പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 3005 എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെർമിനലിൽ വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ package.jsൽ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് npm സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നെസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളതാണ് ശരിക്കും വർക്കാകുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് നെസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ npm സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളെന്തെങ്കിലും ഫയൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സെർവർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഡെവ് കൊടുത്താൽ മതി. നെസ്റ്റ് സ്റ്റാർട്ട് -- വാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽസിനെ എങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് വെക്കും, എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിമ്പിൾ രീതിയിൽ npm സ്റ്റാർട്ട് കൊടുക്കുകയാണ്. npm സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണലി വർക്കാകുന്നത് നെസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന കമാൻഡാണ്. നമ്മളിവിടെ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു കമാൻഡാണ് വർക്കാകുന്നത്. ഇത് കമാൻഡ് വർക്കാകുമ്പോൾ നമ്മളോട് പറഞ്ഞ സ്റ്റാർട്ടിങ് നെസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ലോഗ് ശരിക്കും ഡീഫോൾട്ട് Nest.jsലുണ്ട്. നമ്മളൊരു റിക്വസ്റ്റ് വരുന്ന സമയത്തും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ലോഗ് ഡീഫോൾട്ടായിട്ട് അവരെന്നെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. Nest.js ഉപയോഗിക്കുന്ന സമയത്തിൽ കുറേ അഡ്വാൻറ്റേജസിൽ ഒരു അഡ്വാൻറ്റേജാണിത്. അവരെന്നെ ലോഗ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സാധാരണ Node.jsൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തും നമ്മളായിട്ട് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യണമല്ലോ ലോഗ്. കൺസോളിലോട്ട് ലോഗ് ഏതെങ്കിലും രീതിയിൽ ലോഗ് നമ്മൾ ആഡ് ചെയ്യണം. ഇവർ ശരിക്കും ലോഗിങ്ങിന് വേണ്ടി ഒരു ലോഗിൻ്റെ ലൈബ്രറി അവർ ആഡ് ചെയ്തിട്ട്, പാക്കേജ് അവർ ആഡ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പോർട്ട് നമ്പർ നമുക്കറിയാം 3005 ആണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പോസ്റ്റ്മാൻ എടുക്കുകയാണ്. പോസ്റ്റ്മാൻ എടുത്തിട്ട് നമുക്ക് ആ 3005 ഹിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് കൺട്രോളർ ആയിട്ടുള്ളത്. ഈ കൺട്രോളർ ശരിക്കും നമ്മൾ URL ഒന്നും കൊടുത്തിട്ടില്ല. URL കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ലോക്കൽ ഹോസ്റ്റ് 3005 നമുക്കത് റൺ ചെയ്യാൻ പറ്റും. ഞാനിവിടെ വന്നു ലോക്കൽ ഹോസ്റ്റ് 3005 ഞാൻ റൺ ചെയ്യാണ്. നമുക്കിവിടെ റെസ്പോൺസ് വന്നു, ഹലോ വേൾഡ്, റെസ്പോൺസ് കോഡ് 200. അപ്പോൾ ശരിക്കും ഇത് വർക്കായത് ഏതാണ്, ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ കൺട്രോളറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗെറ്റാണ് നമ്മൾ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗെറ്റിൻ്റെ സ്ഥലത്തോട്ട് പോയി ഇവിടെ നമുക്ക് ഇതിൻ്റെ സർവീസ് ക്ലാസ് ആണ് ആപ്പ് സർവീസ് എന്ന് പറയുന്നത്. ഈ ആപ്പ് സർവീസിനെ ഇവിടെ കൺസ്ട്രക്ടറിൽ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇതിൽ ഗെറ്റ് ഹെലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുള്ള ഹെലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ URL ഞാനിവിടെ മാറ്റി കൊടുക്കുകയാണ്. URL എനിക്ക് വേണ്ടത് API/v1/v1/ ഇത് എനിക്ക് ഇത് പ്രോഡക്ട്സ് എന്ന് പറയുന്നൊരു URL ആണ് വേണ്ടത് വിചാരിച്ചു. പ്രോഡക്ട്സ് എന്ന് പറയുന്ന URL. അപ്പോൾ ഞാനിത് പ്രോഡക്ട്സ് എന്നുള്ള URL ആക്കിയിട്ട് ഞാനിതിനെ മാറ്റി. ഓക്കെ, പിന്നെ എനിക്കിവിടെ പ്ലേസ് ചെയ്യുമ്പോൾ സ്റ്റിൽ ഇത് വർക്ക് ആകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ഈ package.jsl മെൻഷൻ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് ഡെവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? npm run start dev എന്നുള്ളത് എനിക്ക് റൺ ചെയ്യാൻ പറ്റും. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഈ API/v1/products ഉണ്ടല്ലോ, എനിക്ക് പ്രോഡക്ട്സ് വേണ്ട. ഇപ്പം എനിക്കിവിടെ ഇപ്പം കറൻ്റ്ലി പ്രോഡക്ട്സ് ഇപ്പോൾ ഇത് കിട്ടൂല, അങ്ങനെ നോട്ട് ഫൗണ്ട് എന്നുള്ളതാണ് വരിക. കാരണം അങ്ങനെ ഒരു URL ഇല്ല, അങ്ങനെ ഒരു കൺട്രോളർ ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ അതിന് പകരം ഇവിടെ API/v1/products എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അത് പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനെ മാറ്റിയിട്ട് എനിക്ക് നമ്മുടെ പ്രോഡക്ട്സ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? പ്രോഡക്റ്റ് കാറ്റഗറീസ് എന്നുള്ളതാക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഞാൻ ഈ ചേഞ്ചസ് ഇവിടെ വരുത്തി Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യുന്നതോട് കൂടി തന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ റീസ്റ്റാർട്ടായി. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പ് കൺട്രോളറിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന URL API/v1/product കാറ്റഗറീസ് ആണ്. കാറ്റഗറീസ് എന്നുള്ളത് ഇനി നമുക്ക് പ്രോഡക്ട്സ് കിട്ടില്ല, പ്രോഡക്ട്സിന് പകരം പ്രോഡക്റ്റ് കാറ്റഗറീസ് എന്നുള്ളത് വിളിക്കണം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഈ വാച്ച് മോഡിൽ ഹൈഫൺ ഇപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുള്ള പോലെ തന്നെ start:dev അടിച്ചു കഴിഞ്ഞാൽ വാച്ച് മോഡിലാണ് റൺ ചെയ്യുക. അപ്പോൾ ഫയൽസിൻ്റെ ചേഞ്ചിന് വേണ്ടി അതിങ്ങനെ വാച്ച് ചെയ്യും. എന്തെങ്കിലും ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ചേഞ്ചസ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ബേസിക് കൺട്രോളറാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പ്രോഡക്റ്റ് കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു കൺട്രോളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഈ കൺട്രോളറിൽ ഇപ്പോൾ നമുക്കുള്ളത് ഒരു ഗെറ്റ് എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. എനിക്കിതിൻ്റെ ഒരു പോസ്റ്റ് API കൂടെ വേണമെന്ന് വിചാരിച്ചാൽ, പോസ്റ്റ് API വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, ഈ പോസ്റ്റ് ഡെക്കറേറ്റർ ഉണ്ട്. പോസ്റ്റ് ഡെക്കറേറ്ററിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് കാറ്റഗറീസ് എന്ന് പറഞ്ഞ URL തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് empty string കൊടുക്കാൻ പറ്റും, ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ Node.jsൽ കൺട്രോളറും അതിൻ്റെ മെത്തേഡും എഴുതുന്ന പോലെ തന്നെയാണ് ഇവിടെ. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, കൺട്രോളറിൻ്റെ കൂടെ തന്നെ റൗട്ടിൻ്റെ ഡീറ്റെയിൽസും കൂടെ URLൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കിവിടെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏറ്റവും മേലെ പാസ് ചെയ്യുന്നത് ഇതിലേക്ക് വരുന്ന എല്ലാ മെത്തേഡിനും കോമൺ ആയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ പോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിലോ ഞാനിവിടെ ഞാനൊരു ക്രിയേറ്റ് കാറ്റഗറി എന്ന് പറയുന്നൊരു മെത്തേഡ് റിട്ടേൺ, ഇപ്പോൾ ഞാനിവിടുന്ന് ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുകയാണ്. ക്രിയേറ്റഡ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റ് API നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഗെറ്റ് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ പോസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പോസ്റ്റ് കൊടുത്ത് സമയം തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് API. എനിക്ക് ഗെറ്റിന് 2 എണ്ണം വേണം, /all എന്നുള്ളതും വേണം, അതേപോലെ ഗെറ്റ് ബൈ ID-യും വേണം. അങ്ങനെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അതിന് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ Node.jsൽ നമ്മൾ URL പാരാമീറ്ററിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓളിന് ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ കാറ്റഗറീസ് അല്ലേ, ഇപ്പോൾ ഒരു ഓഫറിലുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എനിക്ക് എന്താ വേണ്ടത്? API/v1/product categories/offers എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഓഫറിലുള്ള കാറ്റഗറീസിൻ്റെ ലിസ്റ്റ് എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു അതും ഗെറ്റ് മെത്തേഡായിട്ട് തന്നെയാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ പോസ്റ്റായിട്ടല്ല, ഗെറ്റായിട്ട് തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പം
ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ HTTP മെത്തേഡ് ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്, ഗെറ്റ് പോസ്റ്റ് പുട്ട് ഡിലീറ്റിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ URL നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഓഫേഴ്സ് എന്നുള്ള URL ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഗെറ്റ് ഓൾ ഓഫർ കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഫംഗ്ഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു റിട്ടേൺ തൽക്കാലം ഞാനൊരു ഹാർഡ് കോഡ് സ്ട്രിങ് പാസ് ചെയ്യാണ്, ഹാർഡ് കോഡ് ഡാറ്റ പാസ് ചെയ്യാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമുക്കിപ്പോൾ ഓഫർ ഉള്ളത്. ഓക്കെ, ഇത് പ്രിറ്റിയറിൻ്റെ ഇഷ്യൂ ആണ്. അത് പിന്നെ ഇവിടെ പിന്നെ അതിൽ സിംഗിൾ കോഡ്സ് ഡബിൾ കോഡ്സിന് പകരം സിംഗിൾ കോഡ്സ് ഉപയോഗിക്കാനുള്ള റെക്കമെൻഡ് ചെയ്യുന്ന പ്രിറ്റിയറിൻ്റെ ഇഷ്യൂ ആണ്, അല്ലാതെ കോഡിങ് ഇഷ്യൂ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഹാർഡ് കോഡഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഞാൻ ഒരു കാറ്റഗറിയും കൂടെ ഞാനതിൽ ആഡ് ചെയ്യാം. ഫാഷനും കൂടെ നമുക്ക് രണ്ട് ഇലക്ട്രോണിക്സിലും ഫാഷനിലും നമുക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി എനിക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ടായി. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ 2 URL സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെറ്റ് URL API/v1/product കാറ്റഗറീസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗെറ്റ് URL തന്നെ API/v1/product-category/offers കൂടെ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത ഈ ഓഫേഴ്സ് എന്നുള്ളത് എന്താ സംഭവിച്ചത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റൗട്ടും കൂടെ ക്രിയേറ്റ് ആയി. API/v1/product-category/ എന്നുള്ളത് ഓഫേഴ്സ് എന്നുള്ളത്. ഇവിടെ നമ്മൾ സ്ലാഷ് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആഡ് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യാം, ഒന്നിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ഗെറ്റും പോസ്റ്ററും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനി ഞാനിവിടെ വന്നിട്ട് കാറ്റഗറീസ് വിളിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ടാണ് പോവുക. കാരണം ഇതിനാണ് നമ്മൾ MT കൊടുത്തിട്ടുള്ളത്. MT ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് MT വെച്ചിട്ട് നമുക്ക് ഒന്നേ കൊടുക്കാൻ പാടുള്ളൂ, ഒരു ഗെറ്റേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ എറർ അടിക്കും. ഇവിടെ ഞാൻ കാറ്റഗറീസ് വെച്ചിട്ട് 1 കൊടുത്തു, ഒരു ഗെറ്റ് ഡിഫോൾട്ട് ഗെറ്റ് 1 കൊടുത്തു. എന്നിട്ട് നമുക്ക് പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡിലോട്ട് പോയി. ഇനി ഞാൻ URL ഞാൻ /offers കൂടെ ഉണ്ടെങ്കിൽ ഇത് മാച്ചിങ് അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, ഇതാണ്. അപ്പോൾ അത് ഈ മെത്തേഡിലേക്ക് പോകും, ഈ ഫംഗ്ഷനിലേക്ക് പോകും, ഈ ഫംഗ്ഷൻ്റെ ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ആ ഡാറ്റ, നമുക്ക് JSON ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്കിവിടെ കൺട്രോളറിൻ്റെ ഉള്ളിലുള്ള മെത്തേഡ്സും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഈ കൺട്രോളറെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും കമ്പാരിറ്റീവ്ലി നമ്മൾ പിന്നെ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ Node.js-ലാണെങ്കിൽ ആദ്യം റൗട്ട് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ നമുക്ക് ഒറ്റ കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഫയൽസ് എല്ലാം അതിൻ്റെ പിന്നെ കോഡെല്ലാം നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ബൈ ഡീഫോൾട്ട് എല്ലാ കൺട്രോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർവീസ് ഫയൽ ഉണ്ടാവും, ബിസിനസ് ലോജിക്കൽ എഴുതി കൊടുക്കാനുള്ള ഒരു സർവീസ് ഫയൽ ഉണ്ടാവും. അതാണ് ഇവിടെ ഡീഫോൾട്ട് വന്ന എക്സാമ്പിളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്താണ്. ഡീഫോൾട്ട് എക്സാമ്പിളിൽ ഒരു സർവീസ് ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വൽ ഡാറ്റ പിന്നെ നമ്മൾ ഡാറ്റ ലോജിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതൽ സർവീസ് ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് എഴുതുക. അപ്പോൾ ഈ സർവീസ് ക്ലാസ്സിൻ്റെ ക്ലാസ് ഫയൽ മാത്രമേ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇന്ന ക്ലാസ് ഫയൽ, അതിന് ആപ്പ് സർവീസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം, കൺസ്ട്രക്ടറിൽ നമ്മൾ കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ നമ്മൾ ഇതിന് പറയാം. ഇപ്പോൾ ഇത് ശരിക്കും ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് വരുന്നൊരു ഒരു ടേമാണത്. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ക്ലാസ്സിനും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ക്ലാസ് ആണല്ലോ, ഓരോ ക്ലാസ്സിനും വേണ്ട ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഈ കൺട്രോളർ ക്ലാസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്പ് സർവീസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ കൺട്രോളർ ക്ലാസ്സിനെ സംബന്ധിച്ച് ആപ്പ് സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്പെൻഡൻസി ആണത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി നമുക്ക് എന്താ ചെയ്യാം, കൺസ്ട്രക്ടറിൽ പാസ് ചെയ്യാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ സർവീസ് ക്ലാസ് നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് പാസ് ചെയ്യേണ്ടതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കണ്ട, അത് Nest.js നോക്കിക്കോളും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ ആപ്പ് സർവീസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതിലുള്ള മെത്തേഡ് നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടമുള്ള മെത്തേഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കിയത് Nest.js എന്താണെന്നുള്ളത് നോക്കി, പിന്നെ Nest.js ഒരു ഡിഫോൾട്ട് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി, അതിലുള്ളൊരു കൺട്രോളർ, അതിൽ നമുക്ക് അതിൻ്റെ URL കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി, പിന്നെ അതിൽ മൾട്ടിപ്പിൾ ഗെറ്റ് മെത്തേഡ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കി, അതിൽ തന്നെ ഡിഫറെൻറ്റ് URLs വെച്ചിട്ടുള്ളത് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കി, ലോഗ് വരുന്നുണ്ടെന്നുള്ളത് നോക്കി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം.